റിവിറ്റ് MEP മലയാളം ട്യൂട്ടോറിയലിൻ്റെ 84ാമത്തെ വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. ഈ ഒരു വീഡിയോയിലൂടെ നമുക്ക് ഒരു ഫാമിലി ക്രിയേറ്റ് ചെയ്യുമ്പോൾ കൃത്യമായ ഹൈറ്റും തിക്നെസ്സും എല്ലാം കൊടുത്തുകൊണ്ട് എങ്ങനെ ക്രിയേറ്റ് ചെയ്തെടുക്കാം അതിനെക്കുറിച്ച് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് തന്നെ ഈ ഒരു വീഡിയോയിലൂടെ നോക്കാം. അതിനുവേണ്ടി ഞാനിവിടെ ലെവൽ 2ലേക്ക് പോവാണ്. ലെവൽ 2ലേക്ക് പോയതിനു ശേഷം ഞാനിത് കഴിഞ്ഞൊരു വീഡിയോയിൽ വരച്ച ഒരു ഫാമിലിയാണ്. ഓക്കെ, ഞാനിപ്പം ഫാമിലി ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാനിപ്പോൾ സെക്ഷൻ വ്യൂയിലേക്ക് പോവാണ്. സെക്ഷൻ വ്യൂയിലേക്ക് പോയപ്പോൾ കൃത്യമായിട്ട് ഇവിടെ ഒരു വ്യൂ നമുക്ക് കാണാനായിട്ട് സാധിക്കും. ഇതാണ് ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ വരച്ചൊരു ടേബിൾ. ഓക്കെ, ഇന്ന് ഞാൻ ഡ്രാഗ് ആൻഡ് ഡ്രോപ്പ് ചെയ്യാണ്, താഴേക്ക് അല്പം ഒന്ന് പിടിച്ചു വയ്ക്കുകയാണ്. ഓക്കെ, എനിക്കിനി ഒരു ടേബിൾ വരയ്ക്കണം. ടേബിൾ വരയ്ക്കപ്പോൾ എന്താണ് സംഭവിക്കുന്നത്? ഒരു ടേബിളിനൊരു ടോപ്പ് ഏരിയ ഉണ്ടാവും. ആ ഒരു ടോപ്പ് ഏരിയ എന്ന് പറയുന്നത് എങ്ങനെയാണ് വരുന്നത്? അല്പം ഉയർന്നിട്ട് അതിന് താഴേക്ക് ലെഗുകൾ ഉണ്ടാവും. ഇതാണ് ഒരു ടേബിൾ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ടേബിൾ വരയ്ക്കുമ്പോൾ, ടേബിളിൻ്റെ ഈ ടോപ്പ് ഏരിയ വരയ്ക്കുമ്പം നമ്മൾ ഉദ്ദേശിക്കുന്ന ഒരു ഹൈറ്റിലേക്ക് തന്നെ അത് വരച്ചെടുക്കാനായിട്ട് സാധിക്കണം. അല്ലാതെ നമ്മൾ ആദ്യം ഇതുപോലെ വരച്ചിട്ട് പിന്നെ ഹൈറ്റ് കൊടുത്ത് കൊണ്ടുവരിക എന്ന് പറയുന്നത് അത് ടൈം വേസ്റ്റ് വേണം. അങ്ങനെയല്ല അതിൻ്റെ പ്രോപ്പർ വേ. നമ്മൾ വരയ്ക്കുന്ന സമയത്ത് തന്നെ നമുക്ക് ഹൈറ്റ് കൃത്യമായിട്ട് കിട്ടണം. അപ്പോൾ അതെങ്ങനെ വരയ്ക്കാമെന്നാണ് നോക്കാൻ പോകുന്നത്. അതിന് വേണ്ടിയിട്ട് ഞാൻ ഈ ഒരു ഫാമിലി സെലക്ട് ചെയ്യുകയാണ്. ഓക്കെ, ഈ ഒരു ഫാമിലി സെലക്ട് ചെയ്തു. ഇപ്പോൾ ഇവിടെ ഫാമിലി ഉള്ളതുകൊണ്ടാണ് ഇതിനെ സെലക്ട് ചെയ്തിട്ട് എഡിറ്റ് ഇൻ പ്ലേസിലേക്ക് പോകണം. ഇപ്പോൾ ഫാമിലി ഇല്ലെങ്കിൽ പുതിയൊരു ഫാമിലി ക്രിയേറ്റ് ചെയ്യുന്ന സമയത്ത് നമ്മൾ ഇപ്പം എഡിറ്റ് ഇൻ ഫാമിലി കൊടുക്കുമ്പോഴേ ഈ ഒരു പേജിലേക്കാണ് വരുന്നത്. പുതിയൊരു ഫാമിലി ക്രിയേറ്റ് ചെയ്യുമ്പോൾ ഇവിടെ ക്രിയേറ്റിനുള്ളിൽ ഇവിടെ റെഫറൻസ് പ്ലെയിൻ എന്ന് പറഞ്ഞിട്ടൊരു ഓപ്ഷൻ ഉണ്ട്. ഇത് സെലക്ട് ചെയ്യണം. ഇത് സെലക്ട് ചെയ്തതിന് ശേഷം ഇവിടെ ഹൈറ്റ് മാർക്ക് ചെയ്ത് കൊടുക്കണം. ഇവിടെ ഹൈറ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം ഞാൻ എന്തുകൊണ്ടാണ് ഈ സെക്ഷൻ വ്യൂ എടുത്തതിനുള്ള കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് വെർട്ടിക്കലായിട്ടുള്ളൊരു ഹൈറ്റ് കിട്ടണമെങ്കിൽ ഏതെങ്കിലും ഒരു സെക്ഷൻ വ്യൂ ചെന്നാൽ മാത്രമേ നമുക്ക് ആ ഒരു വെർട്ടിക്കൽ ഹൈറ്റ് മെഷർ ചെയ്യാൻ പറ്റത്തുള്ളൂ. ശരിയല്ലേ? ഇപ്പം എനിക്ക് ഇവിടെ നിന്ന് ഈ ഫ്ലോറിൽ നിന്ന് ടേബിളിൻ്റെ ഉയരം എന്ന് പറയുന്ന ഒരു 800 mm വേണം. അത് മാർക്ക് ചെയ്ത് കൊടുക്കണം. ഇതുപോലെ ഒരു റെഫറൻസ് ലൈൻ കൊടുക്കണം. ഈ റെഫറൻസ് ലൈൻ കൊടുക്കുന്നതിൻ്റെ ഉദ്ദേശം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടുത്തെ ഈ ഒരു ഫ്ലോർ പോലെ തന്നെ ഞാനിപ്പോൾ ഈ വരച്ച റെഫറൻസ് ലൈനും ആക്ട് ചെയ്യും. മനസ്സിലായോ? അതായത് ഫ്ലോർ പോലൊരു സ്പേസ് ഈ റെഫറൻസ് ലൈനിന് പാരലായിട്ട് വന്നിരിക്കും. അത് നമുക്ക് കാണാൻ കഴിയില്ല. അതൊരു കണ്ടീഷനാണത്. അതായത് ഇപ്പം എൻ്റെ മെഷർമെൻറ്റ് ഞാനിപ്പം ഇത് ഇവിടെ കംപ്ലീറ്റ് ചെയ്യുന്നതിന് മുന്നേ ഞാൻ ഇതിൻ്റെ മെഷർമെൻറ്റ് എടുക്കുകയാണ്. ഓക്കെ, ഈ ഒരു മെഷർമെൻറ്റ് കൊടുത്തു. ഇപ്പം 1346 ഇതിൻ്റെ ഹൈറ്റ് എന്ന് പറയുന്നത്. 800 mm ഹൈറ്റിൽ എനിക്കൊരു ടേബിൾ ഇവിടെ ക്രിയേറ്റ് ചെയ്യണം. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഞാൻ ഇവിടെ ഒരു റെഫറൻസ് ലൈൻ കൊടുത്തത്. ഞാൻ ഇനി ഒരു ഫാമിലി ക്രിയേറ്റ് ചെയ്യാൻ നോക്കിക്കഴിഞ്ഞാൽ എനിക്ക് ഈ ഒരു റെഫറൻസ് ലൈനിൻ്റെ ഹൈറ്റ് കൊടുക്കാനായിട്ട് സാധിക്കും. അതെങ്ങനെയാണെന്നുള്ളത് നമുക്ക് നോക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഈ ഒരു റെഫറൻസ് ലൈൻ ഇവിടെ കൊടുക്കുന്നത്. ഓക്കെ, അതിനുശേഷം ഞാനിവിടെ ക്രിയേറ്റ് കൊടുത്തതിന് ശേഷം ഇവിടെ എക്സ്ട്രൂഷൻ തന്നെ വീണ്ടും എടുക്കുകയാണ്. ഇത് നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ ഫാമിലി എങ്ങനെയാണോ ക്രിയേറ്റ് ചെയ്തത് ആ ഒരു സ്റ്റെപ്പ് തന്നെയാണ് ഇവിടെ വരുന്നത്. അപ്പോൾ ഇവിടെ റിവിറ്റ് പറയുകയാണ് ഈ ലെവൽ 2 എന്ന് പറയുന്ന ഒരു വ്യൂ കൂടെ എനിക്കിത് വരയ്ക്കാനായിട്ട് സാധിക്കത്തില്ല എന്നാണ് പറയുന്നത്. പക്ഷേ എനിക്ക് ഈ റെഫറൻസ് ലൈനിൽ വരയ്ക്കാൻ വേണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇവിടെ പിക്ക് എ പ്ലെയിൻ എന്നുള്ളൊരു ഓപ്ഷൻ ഉണ്ട്. അത് ടിക്ക് കൊടുക്കുക, അതിനുശേഷം ഓക്കെ കൊടുക്കുക. അതിനുശേഷം എനിക്ക് ഈ റെഫറൻസ് ലൈൻ കാണിച്ചു കൊടുക്കണം. റെഫറൻസ് ലൈൻ എന്ന് പറയുന്നത് ഒരു പ്ലെയിൻ പോലെയാണ്. അതായത് ഈ ഒരു റെഫറൻസ് ലൈനിനെ കണക്കാക്കിയിട്ടുണ്ട്. അതായത് വെർട്ടിക്കലായിട്ടൊരു പ്ലെയിൻ പോകുന്നുണ്ട്. നേരത്തെ പറഞ്ഞ പോലെ ഇവിടുത്തെ ഈ ഫ്ലോർ പോലെ തന്നെ ഒരു പ്ലെയിൻ ഇവിടെ പോകുന്നുണ്ട് വെർട്ടിക്കലായിട്ട്. ഈ ഒരു റെഫറൻസ് ലൈനിന് വെർട്ടിക്കലായിട്ട് പോകുന്നുണ്ട്. ഇതിപ്പോൾ ബിൽഡിംഗ് ആണ്. ഈ ബിൽഡിങ്ങിനെ നമ്മൾ രണ്ടായിട്ട് കട്ട് ചെയ്താൽ എങ്ങനെ ഇരിക്കും അതുപോലെയാണ്. അത് നമുക്ക് കാണാൻ കഴിയില്ല. അതൊരു കണ്ടീഷനാണ്. ഓക്കെ, ഞാനിവിടെ ആ ഒരു റെഫറൻസ് ലൈൻ കാണിച്ചു കൊടുക്കുന്നത്. റെഫറൻസ് ലൈൻ കാണിച്ചു കൊടുക്കുമ്പോൾ അപ്പോൾ ഇവിടെ വേറൊരു ബോക്സ് വരും. ഈ ഒരു ബോക്സ് എന്ന് ഉദ്ദേശിക്കുന്നത് ഏത് ലെവലിൽ കൂടെയാണ് എനിക്ക് ഈ ഒരു ഫാമിലി വരയ്ക്കേണ്ടത് എന്നാണ് ചോദിക്കുന്നത്. ഞാനിപ്പോൾ ലെവൽ 2 കൊടുക്കുകയാണ്. അതിനുശേഷം ഇവിടെ ഇപ്പം ഓപ്പൺ വ്യൂ കൊടുത്തു. ഓപ്പൺ വ്യൂ എടുത്തതിന് ശേഷം ഞാനിപ്പം ഇവിടെ ഒരു ടേബിൾ വരയ്ക്കാൻ പോകണം. ഓക്കെ, ടേബിൾ ഞാനിപ്പോൾ ഒരു സർക്കിളാണ്, സർക്കിൾ രീതിയിലുള്ളൊരു ടേബിളാണ് വരയ്ക്കാൻ ഉദ്ദേശിക്കുന്നത്. ഓക്കെ, ഇതുപോലെ ഇവിടെ കൊടുത്തു. അതിനുശേഷം ഞാനിവിടെ ഇപ്പോൾ സെക്ഷൻ വ്യൂയിലേക്ക് വന്നു കഴിഞ്ഞാൽ കേട്ടോ, ഞാൻ ജസ്റ്റ് വരച്ചതേ ഉള്ളൂ. പക്ഷേ ആ റെഫറൻസ് ലൈൻ അനുസരിച്ചിട്ടാണ് ആ ഒരു ഹൈറ്റ് മെയിൻറ്റെയിൻ ആയത്. ഞാനിത് കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ കൃത്യമായിട്ട് തന്നെ മനസ്സിലാവും. ഓക്കെ, ഈ ഒരു ടേബിളാണ് ഒരു സർക്കിൾ രീതിയിലുള്ള ടേബിളാണ് ഞാൻ വരച്ചത്. എവിടെയാണ് വരച്ചത്? ജസ്റ്റ് ഒരു ലെവൽ 2ലേക്ക് പോയിട്ട് ഒന്ന് വരച്ചു കൊടുത്തേ ഉള്ളൂ. അപ്പോഴേക്കും ആ റെഫറൻസ് ലൈനിനെ കണക്കാക്കിക്കൊണ്ട് ആ ഹൈറ്റ് മെയിൻറ്റെയിൻ ചെയ്തുകൊണ്ട് ആ ഒരു ഫാമിലി ഇവിടെ ക്രിയേറ്റ് ആയിട്ടുണ്ട്. ഓക്കെ, ഞാൻ ഇനിയിപ്പോൾ 3D വ്യൂയിലേക്ക് പോയി കഴിഞ്ഞാൽ കൃത്യമായിട്ട് എന്നത് മനസ്സിലാവും. ഓക്കെ, ഞാൻ ഇത് കംപ്ലീറ്റ് ചെയ്യണം, ഫിനിഷ് ചെയ്തതിന് ശേഷം ഐസൊലേറ്റ് എലമെൻറ്റ് കൊടുത്തു കഴിഞ്ഞാൽ ആ ഒരു ഫാമിലി മൊത്തത്തിലൂടെ കാണും. ഓക്കെ, ഇതാണ് ഞാനിപ്പോൾ ഈ വരച്ച ഫാമിലി എന്ന് പറയുന്നത്. ഓക്കെ, അതുപോലെ തന്നെ ഇതിനകത്ത് വരുന്നൊരു എറർ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം ഞാനിപ്പോൾ ഈ റെഫറൻസ് ലൈൻ ഇവിടെ വരച്ചതിന് ശേഷം ഇപ്പോൾ ക്രിയേറ്റിനകത്ത് പോയി എക്സ്ട്രൂഷൻ കൊടുത്തപ്പോൾ ഈ ഒരു വർക്ക് പ്ലെയിൻ എന്ന് പറയുന്ന ഈ ഒരു
ടേബിള് ഇതിപ്പം ഡിഫോൾട്ടായിട്ട് ഓപ്പണായി വന്നതാണ്. ചില സമയങ്ങളിൽ ഇപ്പോൾ ഇതോടൊക്കെ ഡിഫോൾട്ടായിട്ട് വരത്തില്ല. വരാതിരുന്ന് കഴിഞ്ഞാൽ ഉണ്ടാകുന്ന പ്രോബ്ലം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളിപ്പോൾ ഒരു ഫാമിലി ക്രിയേറ്റ് ചെയ്യണമെങ്കിൽ അത് ഇതുപോലെ തന്നെ അത് ഏത് ലെവലിലാണോ വരയ്ക്കുന്നത് ആ ലെവലിലായിരിക്കും ക്രിയേറ്റ് ആവുന്നത്. അപ്പോൾ നമ്മളിവിടെ റെഫറൻസ് ലൈൻ വരച്ചു, പക്ഷേ റെഫറൻസ് ലൈൻ കൊടുക്കാൻ വേണ്ടിയിട്ടുള്ളൊരു ടാബ് ഓണായി വന്നില്ല അല്ലെങ്കിൽ ഓപ്പണായിട്ട് വന്നില്ല എങ്കിൽ ഇവിടെ സെറ്റ് എന്ന് പറയുന്നൊരു ഓപ്ഷൻ ഉണ്ട്. ആ സെറ്റ് കൊടുത്താൽ മതിയാവും. സെറ്റ് കൊടുക്കുമ്പോഴേക്കും ഈ ഒരു ടാബ് ഓപ്പൺ ആയിട്ട് ഓക്കെ. അതുപോലെ തന്നെ ഒരു കാര്യം കൂടെ ഇതിൽ മനസ്സിലാക്കേണ്ടത്, ഇപ്പം ഞാൻ നേരത്തെ വരച്ചിട്ടുള്ളൊരു ഒരു ഫാമിലിയാണിത്. ഓക്കെ, എനിക്ക് ഈ ഒരു ഫാമിലി ഈ ഒരു ഹൈറ്റിൽ അല്ലെങ്കിൽ ഞാൻ വരച്ചിട്ടുള്ളൊരു റെഫറൻസ് ലൈനിന് കണക്കാക്കിയിട്ട് വരണം. അതെങ്ങനെ ചെയ്യാം എന്നുള്ളത് നോക്കാം. അതിന് മുന്നേ നമ്മളെങ്ങനെയാണ് നോക്കിയത്, മാനുവലായിട്ട് മെഷർമെൻ്റ് എല്ലാം കൊടുത്തു അങ്ങനെയാണ് കൊണ്ടുവന്നത്. ഇനി നോക്കാൻ പോണത് നമ്മൾ വരച്ച റെഫറൻസ് ലൈനിലേക്ക് എങ്ങനെ പെട്ടെന്ന് കൊണ്ടുവരാം എന്നുള്ളതാണ്. ഓക്കെ, അതിന് വേണ്ടിയിട്ട് ഞാൻ ഈ ഒരു ഫാമിലി ക്രിയേറ്റ് ചെയ്തതിന് ശേഷം ഇവിടെ എഡിറ്റിംഗ് പ്ലേസ് കൊടുത്തു. എഡിറ്റിംഗ് പ്ലേസ് കൊടുത്തതിന് ശേഷം വീണ്ടും ഈ ഒരു ഫാമിലി തന്നെ സെലക്ട് ചെയ്തു. അതിനുശേഷം ഇവിടെ എഡിറ്റ് വർക്ക് പ്ലേസ് എന്ന് പറയുന്നൊരു ഓപ്ഷൻ ഉണ്ട്. ഇത് കൊടുക്കുമ്പോഴേക്കും ഞാൻ ഈ ഒരു ടാബ്, ഈ വർക്ക് പ്ലെയിൻ എന്ന് പറയുന്ന ഒരു ടാബ് ഓപ്പൺ ആയിട്ട് വരും. ഇതിനകത്ത് പിക്ക് എ പ്ലെയിൻ കൊടുത്തു, ഓക്കെ എടുത്തു. അതിനുശേഷം റെഫറൻസ് ലൈൻ ജസ്റ്റ് കാണിച്ചു കൊടുത്താൽ മാത്രം മതി. ആ ഒരു ഫാമിലി ഓട്ടോമാറ്റിക്കായിട്ട് ഈ ഒരു റെഫറൻസ് ലൈനിന് കണക്കാക്കിയിട്ട് വരും. അതിനുശേഷം ഫിനിഷ് ചെയ്ത് കഴിഞ്ഞാൽ ഈ ഒരു ഫാമിലി ഇവിടെ ക്രിയേറ്റ് ആയി കഴിഞ്ഞു. ഓക്കെ, അപ്പോൾ ഇതുപോലെയാണ് നമുക്കൊരു ഫാമിലി ക്രിയേറ്റ് ചെയ്യാൻ കഴിയുക. പക്ഷേ ഇത് നമ്മളിവിടെ വരച്ചത് എന്താണ്, ടേബിളാണ് വരച്ചത്. ഈ ടേബിൾ കംപ്ലീറ്റ് ആയോ? ഇല്ല. ടേബിൾ കംപ്ലീറ്റ് ആകണമെങ്കിൽ എന്തൊക്കെ വേണം? ഇനി ഇതിനകത്ത് ലെഗ്സ് കാണണം. അപ്പോൾ ലെഗ്സ് എങ്ങനെ വരയ്ക്കാം എന്നുള്ളത് മറ്റൊരു വീഡിയോയിൽ ഡീറ്റെയിൽ ആയിട്ട് നോക്കാം.